പ്രിയമുള്ളവരെ, ഞാൻ അജയ്കുമാർ NR, യാത്ര യൂട്യൂബ്. ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് നമ്മുടെ മലബാറിൽ ആദ്യമായി തീവണ്ടി ഗതാഗതം ആരംഭിച്ചതിനെ സംബന്ധിച്ചാണ്. ഞാൻ തലശ്ശേരിയിലാണുള്ളത്. എൻ്റെ യാത്ര തലശ്ശേരിയിൽ നിന്നാണ് ഞാനിന്ന് ആരംഭിക്കുന്നത്. ഇതിനെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മലബാറിൽ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാർ ആദ്യം ആരംഭിക്കുന്നത് മലബാറിൽ ഈ ഇന്നത്തെ മലപ്പുറം ജില്ലയിലാണ്. മദ്രാസ് റെയിൽവേ തീവണ്ടി പാത ബേപ്പൂരിൽ നിന്ന് തിരൂർ വരെയായിരുന്നു ആദ്യമായി ആരംഭിക്കുന്നത്. ഇത് 1861 മാർച്ച് 12 ആണ് തുറന്നു കൊടുക്കുന്നത്. റെയിൽ ട്രാക്കിൻ്റെ ദൂരം 19 നാഴികയായിരുന്നു. ഇതേ വർഷം തന്നെ തിരൂരിൽ നിന്നും കുറ്റിപ്പുറത്തേക്കും 9 നാഴിക ദൂരം റെയിൽപ്പാളം ബ്രിട്ടീഷുകാർ പണിയുകയുണ്ടായി. തുടർന്ന് കുറ്റിപ്പുറത്തു നിന്നും പട്ടാമ്പിയിലേക്കും 12 നാഴിക റെയിൽപ്പാളം നിർമ്മിച്ചുകൊണ്ടിരുന്നു. 1826 ഏപ്രിൽ 14 പട്ടാമ്പിയിൽ നിന്ന് പോത്തന്നൂരേക്ക് ബ്രിട്ടീഷ് റെയിൽവേ 60 നാഴിക ദൂരമുള്ള റെയിൽപാത സാധ്യമാക്കി. പിന്നീട് 26 വർഷം വേണ്ടി വന്നു ഈ റെയിൽ ഗതാഗതം നമുക്ക് മലബാറിൻ്റെ വടക്ക് ഭാഗങ്ങളിലേക്ക് സാധ്യമാക്കാൻ. അത് 1826 ഏപ്രിൽ 14 പട്ടാമ്പിയിൽ നിന്ന് പോത്തന്നൂരേക്ക് റെയിൽപാത 60 നാഴിക ദൂരം ബ്രിട്ടീഷുകാർ സാധ്യമാക്കി. തുടർന്ന് പിന്നീട് കടലുണ്ടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് തീവണ്ടി പാളം നിർമ്മിച്ചു. ഇത് 1888 ജനുവരി 2 ഇതേ വർഷം തന്നെ ഒലവക്കോട്ട് നിന്ന് പാലക്കാട്ടേക്ക് 2 നാഴിക തീവണ്ടി പാത ഗതാഗത സജ്ജമാക്കുകയുണ്ടായി. നമ്മുടെ തലശ്ശേരിയിൽ 1901 കോഴിക്കോട് നിന്ന് റെയിൽപാത സാധ്യമാക്കിയത്. ഞാൻ തലശ്ശേരിയിലാണുള്ളത്. 1901 തലശ്ശേരിയിലേക്ക് റെയിൽപാത സാധ്യമാക്കിയത്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് തുടർന്ന് കണ്ണൂരിലേക്കും, കണ്ണൂരിൽ നിന്ന് നമ്മുടെ മംഗലാപുരത്തേക്കും റെയിൽപാത ആരംഭിച്ചു. യഥാർത്ഥത്തിൽ 123 വർഷമായി നമ്മുടെ മലബാർ മേഖലയിൽ തലശ്ശേരിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് യാത്ര സാധ്യമാകിയതെന്ന് നാം കാണേണ്ടിയിരിക്കുന്നു. പിന്നീടാണ് മദ്രാസ് മെയിൽ എന്ന സംവിധാനം നമ്മളറിയപ്പെടുന്നത്. നമ്മുടെ മദ്രാസിൽ നിന്നും മംഗലാപുരത്തേക്കുള്ള റെയിൽ ഗതാഗതം സാധ്യമാക്കിയത് അതിന് തുടർന്നാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ റെയിൽ ഗതാഗതം സാധ്യമാക്കാൻ പ്രധാന കാരണം മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിലായതിനെ തുടർന്ന് അവിടെ ചരക്കുകൾ കൊണ്ടുവരാനും പട്ടാളക്കാരെ എത്തിക്കാനും ആയിരുന്നു. പ്രധാനമായും ആ